ത്രിയേക ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമ കാലത്ത് പിതാക്കന്മാർ അവരുടെ ദൈവബന്ധത്തിൽ നിന്നാണ് ദൈവത്തിനെ പല വിശേഷണങ്ങളോടുകൂടി വിളിച്ചത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യഹോവയാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോറിയ ദേശത്തെ മലയിൽ യാഗം കഴിക്കുവാനായി കൊണ്ടുപോവുകയും ഹോമയാഗത്തിനുള്ള ബലിപീഠം കല്ലുകൾ കൊണ്ട് പണിത് അതിൽ വിറക് അടുക്കി ബലി കഴിക്കുവാനായി തൻ്റെ മകനെ ആ ബലിപീഠത്തിൽ കിടത്തി അവനെ അറുക്കുവാനായി തുനിയുമ്പോൾ യഹോവയുടെ ദൂതൻ അബ്രഹാമിനെ വിളിക്കുകയും മകനെ ബലി കഴിക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് മുൾപടർപ്പുകൾക്ക് ഇടയിൽ കുരുങ്ങിക്കിടന്നതായ ഒരു കുഞ്ഞാടിനെ ബലിയായി സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും അബ്രഹാം അപ്രകാരം ആ കുഞ്ഞാടിനെ ബലിയായി നൽകുകയും ചെയ്തു. തുടർന്ന് അബ്രഹാം യഹോവയ്ക്ക് നൽകുന്ന നാമം യഹോവ നൽകുന്നവൻ എന്നാണ്. യഹോവ ഈരെ. മോശയുടെ കാലത്ത് ഇസ്രായേൽ ചെങ്കടൽ കടന്ന് മരുഭൂപ്രയാണം ആരംഭിച്ചപ്പോൾ മാറയുടെ അനുഭവം അവർക്ക് ഉണ്ടാകുകയും മാറയുടെ വെള്ളത്തെ മോശ ദൈവകൽപ്പന പ്രകാരം മധുരമുള്ളതാക്കി മാറ്റുകയും ചെയ്തു. അവിടെ മോശ യഹോവാം ദൈവത്തെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് വിളിക്കുന്നു. വീണ്ടും അമാലോക്യരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം വിജയം നൽകിയപ്പോൾ ഇസ്രായേലിൻ്റെ കൊടിയായി യഹോവയെ വിളിക്കുന്നു. അങ്ങനെ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ യഹോവയ്ക്ക് വിവിധ നാമങ്ങൾ അവരുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെടുത്തി അവർ നൽകുന്നുണ്ട്. കൂടെയിരിക്കുന്നവനെന്നും ശുദ്ധീകരിക്കുന്നവനെന്നും സമാധാനമെന്നും സൈന്യങ്ങളുടെ യഹോവയെന്നും ഒക്കെയുള്ള നാമങ്ങൾ ഇവയിൽ ചിലത് മാത്രമാണ്. അങ്ങനെ യഹോവയെ തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രത്യേക നാമം 23-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന്. 23-ാം സങ്കീർത്തനം നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ്. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഒരു കുഞ്ഞിനെ അവൻ്റെ മാതാപിതാക്കൾ ആദ്യമായി പഠിപ്പിക്കുന്ന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം. പ്രത്യേകിച്ച്
23 സങ്കീർത്തനം 1 യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ളത്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു വാചകമാണ്. യഹോവയെ ഇടയനായി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 24 അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ എന്നാണ് അവിടെ വിളിക്കുന്നത്. 80 സങ്കീർത്തനം 1 യഹോവയെ ഇടയനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ എന്നുള്ള അഭിസംബോധന. ദാവീദ് ആരായിരുന്നു എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ ദാവീദിൻ്റെ ചരിത്രം. ഒരു ഇടയ ബാലൻ എന്നാണ് ദാവീദിനെ പലപ്പോഴും നമ്മൾ അറിയപ്പെടുന്നത്. ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ദാവീദിന് തൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യക്തമായി അറിവുള്ളതുമാണ്. അതുകൊണ്ട് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇടയനാണ് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഈ സങ്കീർത്തനം മുഴുവനായി നാം പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. വെറും ഇടയനായിരുന്ന ദാവീദ് ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠ ഭരണകർത്താവായിട്ട് മാറുകയാണ്. അത് നമുക്ക് അതിൻ്റെ 2 വാക്യത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലത്തേക്ക് എന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും ആവശ്യമുള്ള 2 കാര്യങ്ങളാണ്: പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും. ഇത് രണ്ടും ആടുകൾക്ക് പ്രദാനം ചെയ്ത ഇടയനാണ് ദാവീദ്. ഈ ദാവീദ് തൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ദൈവമെന്ന ഇടയൻ തനിക്ക് പ്രദാനം ചെയ്ത പച്ചപ്പുൽപ്പുറങ്ങളെയും സ്വസ്ഥമായ വെള്ളങ്ങളെയും അവൻ അനുസ്മരിക്കുകയാണ്. വെറും ഇടയപാലനിൽ നിന്ന് ഇസ്രായേലിൻ്റെ പരമോന്നത രാജാവെന്ന ബഹുമതിയിലേക്ക് ദൈവം തന്നെ നടത്തിയ വഴികളെ അവൻ എണ്ണി സ്മരിക്കുകയാണ്. തൻ്റെ കുടുംബത്തിൽ യോഗ്യത കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്ന തൻ്റെ സഹോദരങ്ങളെ ദൈവം തിരഞ്ഞെടുക്കാതെ ഇസ്രായേൽ ഗോത്രത്തിൽ യോഗ്യത കൊണ്ടും കായിക ബലം കൊണ്ടും യോഗ്യരായ അനേകരെ ദൈവം തിരഞ്ഞെടുക്കാതെ വെറും ഇടയബാലനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ അവനറിയാം ദൈവം നടത്തുന്ന വിധങ്ങളെ കുറിച്ച്. അത് അനുസ്മരിക്കുകയാണ് ദാവീദ് ഇവിടെ. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് പറയുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നാണ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നത് മൂലഭാഷയായ ഹീബ്രുവിൽ നിന്ന് തർജ്ജിമ ചെയ്യുമ്പോൾ യഥാർത്ഥമായി വരേണ്ടുന്നത് എൻ്റെ പ്രാണനെ അവൻ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നാണ്. യഥാസ്ഥാനപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത്.
തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ദാവീദിന് ഉത്തമ ബോധ്യമുണ്ട് യഹോവയാം ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ് എന്ന്. താൻ വീണുപോയ സന്ദർഭങ്ങളിലെല്ലാം തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, രുചിച്ചറിഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് ബത്ശേബയുമായി ഒരു അവിഹിത ബന്ധത്തിൽ താൻ വരികയും തുടർന്ന് ബത്ശേബയുടെ ഭർത്താവിനെ കൊന്നുകളയേണ്ടതായ അനുഭവം ഉണ്ടാകുകയും ചെയ്തതാണ്. ഈ വലിയ തെറ്റിനെ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ദൈവസന്നിധിയിൽ അനുദപിക്കുവാനും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാനും അവന് കഴിഞ്ഞു. ആ അനുഭവം അവൻ്റെ സ്മരണയിലുള്ളത് കൊണ്ടാണ് യഹോവയാം ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ് എന്ന് അവന് പാടുവാനായിട്ട് കഴിഞ്ഞത്. വീണ്ടും കുരുരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയിരിക്കുന്നു എന്ന് അവൻ സങ്കീർത്തനത്തിലൂടെ പാടുകയാണ്. മരണനിഴൽ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം കൂടെയിരിക്കുന്നവനാണെന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇസ്രായേലിനെ വെല്ലുവിളിച്ചതായ ഫിലിസ്തീയ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് നേരിടുവാനായിട്ട് പോകുമ്പോൾ പടക്കോപ്പുകൾ ഒന്നും ഉപയോഗിക്കാതെ തൻ്റെ കവണിയും കല്ലുമായി ദാവീദ് പോകുന്നത് ദൈവം തന്നോട് കൂടെയിരിക്കുമെന്ന ഉത്തമ ബോധ്യത്തിലാണ്. ആ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാവീദിന് ഫിലിസ്തീയ മല്ലനായ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാനും ഇസ്രായേലിന് വിജയം കൊടുക്കുവാനും കഴിഞ്ഞത്. അപ്പോൾ തൻ്റെ ജീവിതവും അനുഭവവുമായി ബന്ധപ്പെടുത്തി അനേകം പ്രാവശ്യം മരണനിഴൽ താഴ്വരയിൽ കൂടി ദാവീദ് കടന്നു പോകുന്നതായി ശമൂവേലിൻ്റെ 1-2 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ശൗലിന് ദാവീദിനോട് ശത്രുതയുണ്ടാകുകയും നിരവധി പ്രാവശ്യം അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതും അവിടെയെല്ലാം യഹോവയാം ദൈവം ദാവീദിനോട് കൂടെയിരുന്ന് അതിൽ നിന്നെല്ലാം അവനെ രക്ഷിക്കുന്നതും അവൻ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് അവന് കൃത്യമായി പറയുവാൻ സാധിക്കും, മരണനിഴലിൽ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എന്നോട് കൂടെയിരുന്ന് എന്നെ ആശ്വസിപ്പിക്കും എന്നുള്ളത്. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് അവനവൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ശൗലിനെ നീക്കി പകരം യഹോവയാം ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത് ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ശമൂവേൽ കൊമ്പിൽ തൈലവും നിറച്ച് ഇശായിയുടെ ഭവനത്തിലേക്ക് വരുന്നത് ഇശായിയുടെ പുത്രന്മാരിൽ ഒരുവനെ ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി വാഴിക്കുവാൻ വേണ്ടിയാണ്. ഇടയനായിരുന്ന ദാവീദിനെ ഇശായി ആളെ അയച്ച് വരുത്തി ദാവീദിനെ ശമൂവേൽ തലയിൽ എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേക്തനാക്കുകയാണ്. അപ്പോൾ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി യഹോവ ആരാണ് എന്ന് അവന് കൃത്യമായി മനസ്സിലാകുകയും അത് കൃത്യമായി അവൻ പാടുകയും ചെയ്തതാണ് 23-ാം സങ്കീർത്തനം എന്നുള്ളത്. എന്നാൽ ഈ സങ്കീർത്തനത്തെ
അല്പം കൂടി ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദാവീദിന്റെ പ്രവചനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ ക്രിസ്തു തന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് എന്നുള്ളതാണ്. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന, അവയെ പേർ ചൊല്ലി വിളിക്കുന്ന നല്ല ഇടയനാണ് ഞാനെന്ന് ക്രിസ്തു അവിടെ സ്വയം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നാം ഓർക്കേണ്ടുന്നത് ക്രിസ്തു ഇടയനും മണവാട്ടിയാം സഭ അവൻ്റെ ആടുകളുമാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ യഹോവയുടെ ആടുകളായിട്ട് യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. യഹോവ അവരുടെ ഇടയനും ഇസ്രായേൽ അവൻ്റെ ആടുകളുമാണ്. പുതിയ നിയമസഭയിൽ ദൈവം ഇടയനാണ്. ക്രിസ്തുവാണ് സഭയുടെ ഇടയൻ. സഭ അവൻ്റെ ആടുകളുമാണ്. അങ്ങനെ ക്രിസ്തു ഇടയനും സഭ ആടുമായി നിൽക്കുമ്പോൾ സഭയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നതും ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒന്നാമതായി, യഹോവ ഇടയനാണെങ്കിൽ ഒരു കുറവുമില്ലാതെ ആടുകളെ അവൻ വഴി നടത്തുമെന്നുള്ളതാണ്. പഴയ പുതിയ നിയമങ്ങളിൽ അത് നമുക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. ഭക്ഷണമില്ലാതെ വലഞ്ഞതായ ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തവനാണ് ദൈവം. സറാഫത്തിലെ വിധവയ്ക്ക് കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെയും തുരുത്തിയിലെ എണ്ണ വറ്റിപ്പോകാതെയും കാത്ത് പരിപാലിച്ചവനാണ് ദൈവം. അവൻ നമ്മുടെ ഇടയനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറവും ജീവിതത്തിൽ സംഭവിക്കുകയില്ല. കാരണം ക്രിസ്തു എന്ന ഇടയൻ തൻ്റെ ജീവനെ പോലും നൽകി തൻ്റെ ആടിനെ സ്നേഹിച്ച ഇടയനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു വരുന്ന ഇടയനാണ്. അതുകൊണ്ട് ആടിന് ഒരു കുറവും ഈ ഇടയൻ ഉള്ളപ്പോൾ ഉണ്ടാകുകയില്ല. അപ്രകാരം ക്രിസ്തു ഇടയനായി വരുന്ന സഭയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, പച്ചയായ പുൽപ്പുറങ്ങൾ എന്നുള്ള ആശയമാണ്. പച്ചയായ പുൽപ്പുറങ്ങൾ എന്നത് ദൈവവചനത്തിൻ്റെ സൂചനയാണ്. പരിശുദ്ധ സഭയ്ക്ക് അനുദിനം ഭക്ഷിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ വചനത്തെ നൽകി പരിപാലിക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനം സഭയുടെ ആഹാരമാണ്. രണ്ടാമത്, സ്വസ്ഥതയുള്ള വെള്ളം. അത് പരിശുദ്ധ മാമോദീസായെ സൂചിപ്പിക്കുന്നതാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് അവനെ ക്ഷണിക്കുന്നതും ക്രിസ്തുവിൽ അവനെ ആക്കുന്നതും പരിശുദ്ധ മാമോദീസായിൽ ആണല്ലോ. സ്വസ്ഥതയുള്ള വെള്ളമാണ് പരിശുദ്ധ മാമോദീസ. പ്രാണനെ തണുപ്പിക്കുന്നു എന്നതാണ് മൂന്നാമത്തെ അനുഭവം. പ്രാണനെ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ സഭയിൽ യഥാസ്ഥാനപ്പെടലിൻ്റെ കൂദാശ വിശുദ്ധ കുമ്പസാരമാണ്. അനുദിന ജീവിതത്തിൽ ദൈവബന്ധത്തിലും പരസ്പരമുള്ള ബന്ധത്തിലും നമുക്ക് വന്നു പോകുന്ന വീഴ്ചകളെ
പരിഹരിക്കുവാനും ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കടന്നു വന്ന് യഥാസ്ഥാനപ്പെടുവാനുമുള്ള ഒരു കൂദാശയാണല്ലോ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നു, നീതിയുള്ള പാതകൾ എന്ന് പറയുന്നു. എന്താണ് ഈ നീതിയുള്ള പാതകൾ? നീതിയുള്ള പാതകൾ വിശുദ്ധന്മാരുടെ ജീവിതമാണ്, വിശുദ്ധന്മാരുടെ രക്തമാണ്. ഈ ഒരു പാതയാണ് സഭയുടെ ശക്തി എന്ന് പറയുന്നത്. സഭയിൽ വിശുദ്ധന്മാരുടെ നീതിയുള്ള ജീവിതമുണ്ട്. ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും നീതിയുള്ള ജീവിതം, അതാണ് സഭയുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. വടിയും കോലും എന്ന് പറയുന്നത് സഭയുടെ ആചാര്യത്വ നൽവരത്തെ സൂചിപ്പിക്കുന്നതാണ്. സഭയ്ക്ക് ദൈവം നൽകിയ ആചാരിത്യ നൽവരം, കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരത്തിൻ്റെ നൽവരം, തിരുമേനി രക്തങ്ങളെ വിഭജിച്ചു കൊടുക്കുവാനുള്ള അവകാശത്തിൻ്റെ നൽവരം, അത് സഭയിലുണ്ട് എന്നുള്ളതും ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതായിട്ട് ഉണ്ട്. ഒരുക്കപ്പെടുന്ന വിരുന്ന്, അത് വിശുദ്ധ കുർബാനയാണ്. കർത്താവ് നമുക്കായി ഒരുക്കി തന്ന വിരുന്ന്, അത് വിശുദ്ധ കുർബാനയാണ്. എണ്ണ കൊണ്ടുള്ള അഭിഷേകം തൈലാഭിഷേകത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ സഭയിലെ കൂദാശകളെയും പരിശുദ്ധ സഭയുടെ അനുഭവത്തെയും ഈ സങ്കീർത്തനം നമുക്ക് സൂചനയായി നൽകുന്നു എന്നുള്ളതുകൊണ്ട് ഇതിനെ ക്രിസ്തുവിൻ്റെ ഇടയനെന്ന വലിയ ദൗത്യത്തിനെ കുറിച്ചുള്ള ദാവീദിൻ്റെ പ്രവചനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അനേകം ആത്മീക അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം എന്നത് നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുന്നതാണ്. ഈ സങ്കീർത്തനത്തെ ആത്മീകാർത്ഥത്തിൽ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയും. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കേണ്ടുന്ന സമയമാണ് ഇത്. ക്രിസ്തുവാണ് നമ്മുടെ ഇടയൻ, നാം അവൻ്റെ ആടുകളാണ്. ഇടയനെ അനുസരിക്കുന്ന, ഇടയനെ അറിയുന്ന ആടുകളായിട്ട് നമുക്ക് തീരാം. സർവശക്തൻ്റെ കൃപ എല്ലാ നാളും നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.